ഇനി ഇതിന്റെ പേരിൽ എന്നെ വിളിച്ചിട്ട് മച്ചമ്പി പോലീസുകാരനാണ്, മച്ചമ്പി എന്നെ രക്ഷിച്ചില്ലല്ലോ, മച്ചമ്പി എന്നെ സഹായിച്ചില്ലോ എന്ന് പറയുന്നത്. ഇതൊക്കെ വിയർപ്പിന് അസുഖമുള്ള ആളുകളാണ്. അപ്പൊ ഇതിനൊന്നും എന്ത് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. ഇതൊന്നും പഠിക്കാനും പോണില്ല. ഇങ്ങനെ തന്നെ ജീവിത അവസാനം വരെ ജീവിക്കും. ഇപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കിയൊള്ളാം. പാവം ഞാനിപ്പോ ആലോചിക്കുന്നത് ആ റോസ് ചേച്ചി ഇതിന്റെ ഇടയിൽ വന്ന് പെട്ടല്ലാന്ന്. അതല്ല വെറുതെ അല്ല, ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവണമെങ്കിൽ ഭാര്യയും ഭർത്താവും പരസ്പര ധാരണ ഉണ്ടാവണം. യവന അവക്ക് മനസ്സിലാക്കിയിട്ടില്ല ഇവരെ. അവള് നോക്കുമ്പോൾ എന്താണ്, ആദ്യം ചക്കര വായ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കും. അന്ന് തന്നെ ഒന്ന് വഴക്കുണ്ടാക്കി പോകാൻ പോയി. രണ്ടുകൂടെ ഭയങ്കര കൂട്ടായപ്പോൾ നമ്മൾ സന്തോഷിച്ചില്ലേ? പോയി 3 നടി ഉണ്ടാക്കിയില്ലേ? കുടുംബം ആകുമ്പോൾ കുറച്ച് ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കി അവൻ വീട്ടിൽ നിന്ന് വല്ല കുഴപ്പമുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ അല്ലല്ലോ നിൽക്കുന്നത്, അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇവിടെ നിൽക്കണം. ക്ലീറ്റോ ചേട്ടൻ പറയണം. ക്ലീറ്റോ ചേട്ടൻ ഒന്നുകൂടെ കഴിയട്ടെ ചേട്ടന്മാർക്ക്. അതിർത്തിക്ക് ഞാൻ ഒരു പ്രാവശ്യമേ കഴിയുള്ളൂ. ഒന്നുകൂടെ കഴിയട്ടെ. ഇതൊന്ന് പിടിച്ചാ ഇതൊക്കെ താഴെ വീഴുന്നു. ക്ലീറ്റോ ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കണം. ഇവിടെ നിൽക്കാൻ പറ്റില്ല. ദേ വരുന്ന ദൈവമേ, നല്ല ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എങ്ങനെ പോലീസുകാർക്ക് ആരെങ്കിലും മേളിൽ കുതിര കയറണമല്ലോ. അവിടെ ഇരിക്കേ. ശരിക്കും പറഞ്ഞാൽ നിന്റെ തലക്കിട്ടാണ് തരേണ്ടത്. നിന്നെ പണിക്ക് വിട്ട പണിക്ക് പോയാൽ പോരടാ. നീ എന്തിനാണ് അതിനിടക്ക് സമരം ചെയ്യാൻ പോയത്? നീ നിനക്ക് സമരത്തിന് ജാഥയ്ക്കൊക്കെ പോകണമെന്നുള്ള മോഹം ഉണ്ടായിരുന്നെങ്കിൽ DDT പാർട്ടിൽ ഒരു അണി കുറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പണിക്ക് വിടുവോ? ആ ജോയി ചേട്ടൻ പൈസ തന്നായിരുന്നു 5000 രൂപ ആ കടക്കാരന് കൊടുക്കാനായിട്ട്. ആ പൈസ എവിടെ? അതെല്ലാം പോയി. എവിടെ പോയി? നിങ്ങൾ കൊണങ്ങാവളെ മാതാനം പിടിച്ച സത്യം വിശ്വസിക്ക്. ഞാൻ സമരത്തിന് പോയതല്ല. ഞാൻ കടയിൽ ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങി ജംഗ്ഷനിലോട്ട് ഇറങ്ങിയതാ. അപ്പൊ റോഡിന്റെ എതിർവശത്തൂടെ എന്റെ കൂട്ടുകാരൻ സാബ് ബൈക്കാൻ പോകുന്നുണ്ടപ്പം അവന്റെ വണ്ടിക്കകത്ത് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി ഞാൻ റോഡ് ക്രോസ് ചെയ്തു. അതേ എനിക്ക് ഓർമ്മയുള്ളൂ. റോഡ് ക്രോസ് ചെയ്തപ്പോ മന്ത്രിയുടെ വണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞു. കുറെ പ്രവർത്തകരും പോലീസുകാരുടെ എല്ലാവരും പിടിച്ചു മാറ്റി കൈ കിട്ടുന്നത് മൊത്തം എടുത്തിട്ട് അടിച്ചു. റോഡ് ക്രോസ് ചെയ്തേനെ നീ വെറുതെ കള്ളത്തരം പറയല്ലേ. ആവശ്യമില്ലാത്ത കാര്യം പറയരുത് പോലീസുകാരെ പറ്റി. അച്ചമ്പി, സത്യമായിട്ടും അവര് പിടിക്കുന്നതിനും അടിക്കുന്നതിനും ഒരു കാരണമുണ്ട്. എന്താ കാര്യം? അതാണ് ചോദിക്കുന്നത്. അപ്പൊ എന്നെ പിടിച്ച് അടിക്കുമ്പോ ഒരുത്തൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ മന്ത്രിക്കെതിരെ നീ കറുത്ത ഷർട്ട് ഇട്ട് പ്രതിഷേധിക്കുന്നോടാന്ന് പറഞ്ഞ് ചെടിച്ചട്ടി എടുത്തത് പുറത്തെടുത്ത് വെച്ചത്. നീ കറുപ്പാണ് ഇട്ടിരുന്നത്? പുതിയതായിട്ട് കടയിൽ ജോലിക്ക് പോലെന്ന് പറഞ്ഞ് റോസ്മേരി ഒരു കറുത്ത പുതിയ ഷർട്ട് ഇട്ട് വന്നു. അന്നേരം ഞാൻ പറഞ്ഞേടി വേണ്ട, പച്ച ഷർട്ട് ഇട്ടാ മതി എന്ന്. കറുത്ത ഷർട്ട് ഇട്ടാ ഞാൻ അമിതാഭ് ബച്ചന്റെ കൂട്ടി ഇരിക്കുമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാ. അടി കണ്ട് പൊട്ടപ്പം സോലായി. അയ്യോ, അല്ലാതെ ഞാൻ 500 രൂപ ബിരിയാണി കണ്ട് സമരത്തിന് ഇറങ്ങിയതല്ല. നീ കറുത്ത ഷർട്ട് അല്ലല്ലോ ഇട്ടേക്കണേ. മറ്റമ്പ അതിന്റെ ഒരു തുണ്ട് പീസ് പോലും കിട്ടിയില്ല. അതവന്മാര് വലിച്ച് റിബൺ പോലാക്കിയില്ല. പൈസ എല്ലാം പോയി. അവസാനം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് റോസ്മേരിയെ വിളിച്ചപ്പോൾ അവള് വിശ്വസിക്കുന്നില്ല. അവള് പറയുന്ന ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ പോയത്. അവസാനം ചീപ്പനെ വിട്ട് ഉടുപ്പ് എടുത്ത് എൻ്റെ ഭാഗം തിരിച്ചടിപ്പിച്ചു. 2 പേരോടും ഒന്ന് പറയാൻ. ഇനി എന്തോ കളക്ടർ ജോലി വന്നാലും കുറഞ്ഞ വിളിക്ക് ഞാനില്ല. ഇല്ല. അയ്യോ, അടുത്തു എനിക്ക് വയ്യ ഇങ്ങനെ ഇടന്ന് അടികൊണ്ട് നനയിക്കാൻ. തകച്ചേട്ടത്തി പിന്നതയില്ല. ക്ലീറ്റോന് മേടിച്ചതുണ്ട്, തരാം.